പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഇമാം ഷെരീഫ് ഖാസിമി ഇന്നലെയാണ് പിടിയിലായത്. മധുരയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. അന്വേഷണ വിധേയമായി പോലീസ് മധുരയ്ക്ക് പോകും മുൻപ് ഇമാമിന്റെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞ ഇമാം മുടിവെട്ടി ഫ്രീക്കനായാണ് മധുരയിൽ വിലസിയിരുന്നത്. ഒരു മാസത്തിലേറെയായി പ്രതി ഒളിവിലായിരുന്നു. തൊളിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ മുൻ ഇമാം ഷെരീഫ് അൽ ഖാസിമി ഇന്നലെയാണ് പോലീസിന്റെ പിടിയിലായത്. ഒരു മാസമായി ഒളിവിലായിരുന്ന ഇയാളെ മധുരയിൽ നിന്ന് സിനിമാ സ്റ്റൈലിലാണ് പോലീസ് പിടികൂടിയത്. ഇമാമിനെ സഹായിച്ച ഫാസിൽ എന്നയാളും പിടിയിലായിരുന്നു. ഫാസിലിന്റെ വാഹനത്തിലാണ് ഷെരീഫ് ഖാസിമി സഞ്ചരിച്ചിരുന്നത്. ഡിവൈഎസ്പി അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഷാഡോ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഇമാമിനെ പിടികൂടുന്നത്. പോക്സോ കേസിൽ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇമാം ഒളിവിൽ പോയത്. പൊതുജന ശ്രദ്ധയ്ക്കായി എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും വ്യാപകമായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. എന്നാൽ ഇമാം ലുക്കൌട്ട് നോട്ടീസിലെ ഫോട്ടോയിലുള്ള രൂപം മാറി നടക്കുകയായിരുന്നു എന്നാണ് വിവരം. ഖാസിമിയെ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു നൽകിയ 2 സഹോദരന്മാരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഖാസിമി എവിടെ എന്നുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിരുന്നില്ല. കേസിൽ ഷെരീഫ് ഖാസിമി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 12-ലേക്കും ഹൈക്കോടതി മാറ്റിയിരുന്നു. ഷെരീഫ് അൽ ഖാസിമിയെ ഒളിവിൽ പോകാൻ സഹായിച്ച സഹോദരൻ അൽ അമീനെ കൊച്ചിയിൽ നിന്നായിരുന്നു ഷാഡോ പോലീസ് പിടികൂടിയത്. പെൺകുട്ടിയെ കൊണ്ടുപോയ ഇനോവ കാറും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇമാമിനെ രഹസ്യ സംഗീതത്തിലേക്ക് മാറ്റിയെന്നായിരുന്നു അൽ അമീൻ ആദ്യം മൊഴി നൽകിയത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കെതിരെയും പോലീസ് അന്വേഷണം തിരിച്ചുവിട്ടിരുന്നു. ഇമാമിനെതിരെ മൊഴി നൽകാൻ അമ്മയും ഇളയച്ചനും നിർബന്ധിച്ചെന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലൊരു അന്വേഷണം. പീഡന വിവരം പുറത്തറിഞ്ഞതിന് പിന്നാലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പോലീസും സമീപിച്ചെങ്കിലും പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല. 3 ദിവസം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിൽ കൗൺസിലിംഗ് നൽകിയ ശേഷമായിരുന്നു പെൺകുട്ടി മൊഴി പോലും നൽകിയത്. ഉമ്മയും ഇളയച്ചനും മൊഴി നൽകുന്നത് വിലക്കിയതായും പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ നെടുമങ്ങാട് ഡിവൈഎസ്പി ഡി അശോകൻ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കളിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചതും. മുൻപും ഇമാമിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായും പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. പീഡനം നടന്ന പേപ്പാറ വനമേഖലയിൽ പെൺകുട്ടിയെ കൊണ്ടുപോയി പോലീസ് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.